സോ ഞാൻ 5 പ്രാവശ്യം എഴുതിയെന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ 5 പ്രാവശ്യം എഴുതിയതിൽ ഐ ഒൺലി ക്ലിയർഡ് പ്രിലിംസ് ട്വൈസ് ആൻഡ് ഐ ഒൺലി ക്ലിയർഡ് മെയിൻസ് വൺസ് ആൻഡ് ഐ ഒൺലി അപ്പിയർഡ് ഫോർ ഇൻ്റർവ്യൂ വൺസ്. ഓക്കെ, സോ 5 പ്രാവശ്യം എഴുതിയതിൽ 3 പ്രാവശ്യം ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടില്ല. ഫോർച്യൂൺ IAS അക്കാഡമി തന്നൊരു മോക്കിൽ I had requested you guys എനിക്ക് മാസ്ക് ഇട്ടത് കൊടുക്കണം ബിക്കോസ് സം ഓഫ് ദി പാനൽസ് ആർ ആസ്കിങ് ദി candidates to keep their mask on. So എൻ്റെ mentor മുനിച്ചേട്ടൻ could understand me first and then he could come up with a strategy which works for me. Given that I'm a working professional, he could come up with a strategy that works for me because മുനിച്ചേട്ടൻ ആദ്യം എന്നെ കാണുമ്പോഴേ പറഞ്ഞത് since you're working, this will not be a 1-year thing. It'll take a couple of years but we'll reach there eventually. So he was right, we didn't reach there eventually but it took a couple of years. അപ്പം if you remember correctly, I called you up and said 2 കാര്യങ്ങളുണ്ട്. അതെ, എക്സാക്ട്ലി റിമെമ്പർ. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കല്യാണമാണ്, വരണം. 2 പ്രിലിംസ് പാസ്സായി, ഇനി എന്ത് ചെയ്യണം? So ചേട്ടനോടും I told the same thing. So he said നീ ഒരു കാര്യം ചെന്നൈ പോയി കല്യാണം കഴിച്ചിട്ട് നീ ഒന്ന് റിലാക്സ് ഒക്കെ ആയിട്ട് വാ, നമുക്ക് അത് കഴിഞ്ഞിട്ട് എല്ലാം ശരിയാക്കാമെന്ന്. ഹലോ എവരി വൺ, വെൽക്കം ടു ടോപ്പ് സ്റ്റോക്ക് സെഷൻ അറ്റ് ഫോർച്യൂൺ IAS അക്കാഡമി. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ വർഷം 100ാം റാങ്ക് നേടിയ കിരണാണ്. കിരൺ ഈ വിജയം നേടിയത് ടെക്നോ പാർക്കിൽ ഒരു ജോലി ചെയ്തുകൊണ്ടാണ്. കിരൺ തന്നെയാണ് ഈ കൊല്ലത്തെ ഇൻ്റർവ്യൂ ടോപ്പർ. നമുക്ക് കിരണിനെ പരിചയപ്പെടാം. വെൽക്കം കിരൺ. താങ്ക് യു ആൻ്റണി. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. താങ്ക്സ് എ ലോട്ട്. നമുക്ക് സിവിൽ സർവീസ് നേടുക എന്നുള്ളത് ഒരു ടോൾ ടാസ്ക് ആണ് അല്ലേ? നമുക്ക് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ട് ആൻഡ് യു ഹാവ് ബീൻ ത്രൂ ദിസ് ജേർണി ഫോർ 5 years നൗ. അൾട്ടിമേറ്റ്ലി ഈ സക്സസ് കിട്ടുമ്പോൾ ഹൗ ഡു യു ഫീൽ? ഇറ്റ് ഫീൽസ് വെരി സ്പെഷ്യൽ. കാരണം നമ്മൾ ഈ ഒരുപാട് വർഷങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ കൂടി ഹൈസ് ആൻഡ് ലോസിൽ കൂടി കയറി ഇറങ്ങി വന്ന് അൾട്ടിമേറ്റ്ലി മിഷൻ അക്കംപ്ലിഷ്ഡ് എന്നൊരു സ്റ്റേജിലോട്ട് എത്തുമ്പം ഇറ്റ് ഈസ് റിയലി റിയലി സ്വീറ്റ്. വീട്ടിലും ചുറ്റുമുള്ള ഫ്രണ്ട്സും എല്ലാം ഈ സക്സസ് വന്നപ്പം എന്ത് പറഞ്ഞു? എല്ലാവർക്കും അറിയായിരുന്നു ഈ പ്രിപ്പറേഷനെ കുറിച്ച്? ഇല്ല, എൻ്റെ ഫാമിലിക്ക് മാത്രമേ അറിയാവുന്നുള്ളൂ ആൻഡ് ഫ്രണ്ട്സിനൊന്നും അറിയില്ല. ആൻഡ് സോ ഇറ്റ് വാസ് എ പ്ലസന്റ് സർപ്രൈസ്. എല്ലാവർക്കും ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. ആൻഡ് ദേ ആർ ഓൾ ഹാപ്പി ദാറ്റ് ഇറ്റ് ഹാപ്പൻഡ് ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് ദിസ് വേ. സോ ദേ ആർ ഓൾസോ വെരി വെരി ഹാപ്പി. ഗുഡ്. സോ നമുക്ക് ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. ഷുവർ. സോ ഹൗ ഡിഡ് യു ആക്ച്വലി സ്റ്റാർട്ട് ദിസ് ജേർണി? വാട്ട് മേഡ് യു സ്റ്റാർട്ട് ദിസ് ജേർണി? സോ ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കൊച്ചുനാളിലെ സിവിൽ സർവീസിൽ കയറണം, അല്ലെങ്കിൽ IAS IPS ഒക്കെ ആകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. സോ ഐ വാസ് നോട്ട് ദാറ്റ് ഗൈ. എനിക്കൊരു ജോലിയൊക്കെ കിട്ടി 22 ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഒരു 25-26 ഒക്കെ ആയപ്പോഴാണ് പതുക്കെ അച്ഛൻ ഹി സെഡ് മേ ബി ട്രൈ ദിസ് തിങ് ഔട്ട്, ഇറ്റ് മൈറ്റ് വർക്ക് ഫോർ യു. അപ്പം ഐ റീച്ച്ഡ് ഔട്ട് ടു മുനിച്ചേട്ടൻ. സോ മുൻചേട്ടനായിട്ട് കണക്ട് ചെയ്തു. ഹീ ടോൾഡ് മീ വാട്ട് ദിസ് ഇസ് അബൌട്ട്, ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ എക്സാമിനേഷൻ എങ്ങനെയാണ് ആൻഡ് ഓൾ ദാറ്റ്. ദെൻ ഐ ഓൾസോ ഡിഡ് മൈ ഓൺ റിസർച്ച് ഇതിനെപ്പറ്റിയും ഈ എക്സാമിനെ പറ്റിയും ദി പോസിബിലിറ്റീസ് ഓഫ് ദി വർക്ക് പ്രൊഫൈൽ ആൻഡ് ഓൾ ദാറ്റ്. അപ്പം ഞാൻ ഓൾറെഡി ഒരു 4 years വർക്ക് ചെയ്തിട്ടാണ് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നത്. സോ ഫ്രം ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് എ ലോട്ട് ബെറ്റർ എന്ത് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വാസ് ദി മെയിൻ മോട്ടിവേഷൻ. സോ ഇത് കിക്ക് ഓഫ് ചെയ്ത് വിട്ടത് അച്ഛനാണെങ്കിലും but the motivation should come from internal factors which will only keep the fire alive through multiple ups and downs, as I said. True. അപ്പോൾ നമ്മൾ ഇപ്പോൾ 5 പ്രാവശ്യം എക്സാം എഴുതി. 5th അറ്റംപ്റ്റിലാണ് നമ്മൾ ക്ലിയർ ആയത്. അപ്പം ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ മിസ്റ്റേക്സ് കാണിച്ചാണ്. നമ്മൾ ആ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഫൈനലി വിക്ടറിയിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ ചെയ്ത കുറച്ച് മിസ്റ്റേക്സ് പറയാമോ? ഓക്കെ, സോ ഞാൻ 5 പ്രാവശ്യം എഴുതിയെന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ 5 പ്രാവശ്യം എഴുതിയതിൽ I've only cleared prelims twice. Okay. And I've only cleared mains once and I've only appeared for interview once. Okay, so 5 പ്രാവശ്യം എഴുതിയാൽ 3 പ്രാവശ്യം ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടില്ല. സോ 2017 ആദ്യമായിരുന്നത്. 2017 ഈ എക്സാമിനെ പറ്റി അറിഞ്ഞൊക്കെ വരുന്ന ഒരു സ്റ്റേജിൽ ഐ തോട്ട് ചുമ്മാ പോയി ഒന്ന് എഴുതി നോക്കാം, ഒന്നും പഠിക്കണ്ട, ചുമ്മാ പോയി എഴുതാം. ദാറ്റ് വാസ് എ വെരി ബിഗ് മിസ്റ്റേക്ക്. ചുമ്മാ പോയി എഴുതരുത്. പീപ്പിൾ ഹു സീയിങ് ദിസ്, ചുമ്മാ പോയി എഴുതരുത്. പറ്റാവുന്നത്രയും പഠിച്ച് മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ പോയി എഴുതുക. ഓക്കെ, സോ ദാറ്റ്സ് ദി ഫസ്റ്റ് തിങ്. സെക്കൻഡ് ഇയർ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറേ പഠിച്ചു. സെക്കൻഡ് ഇയർ കുറേ പഠിച്ചു, കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, കുറേ വായിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നല്ലായിരുന്നു ഒരു പ്രിപ്പറേഷനോ പ്രാക്ടീസോ. സോ ഇപ്പം പ്രിലിംസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ MCQs ഒന്നും അധികം സോൾവ് ചെയ്യുന്നില്ലായിരുന്നു. സോ MCQ സോൾവ് ചെയ്യുന്ന ഐ കൺസിഡർ ഇറ്റ് ആസ് ആൻ ആർട്ട്.
അതെല്ലാവർക്കും നാച്ചുറലി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഡിൻ ഹാവ് ഇറ്റ് ബിക്കോസ് ആ ഒരു എലിമിനേഷൻ ടെക്നീക്സും നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ആ മുന്നിലുള്ള 4 ഓപ്ഷനിലെ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുന്ന ഐ കൺസിഡർ ഇറ്റ് ആസ് എൻ ആർട്ട്. അപ്പം ആ ആർട്ട് എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് ആ സ്കിൽ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സോ 2018 അഗെയിൻ ലാക്ക് ഓഫ് പ്രാക്ടീസ് ഓഫ് MCQs പ്രിലിംസ് ക്ലിയർ ചെയ്തില്ല. സോ 2019 വാട്ട് ഐ ഡിഡ് വാസ് MCQs ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. ആൻഡ് MCQs പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വാട്ട് ഐ യൂസ് ടു ഡു വാസ് എല്ലാ ടെസ്റ്റും എഴുതി കഴിയുമ്പം ഐ യൂസ് ടു ഡു ആൻ അനാലിസിസ്. ഒരു ക്വസ്റ്റ്യൻ കറക്റ്റായി കിട്ടിയാൽ വൈ ഡിഡ് ഐ ഗെറ്റ് ദാറ്റ് ആൻസർ കറക്റ്റ് എന്ന് ഞാൻ നോക്കുമായിരുന്നു ആൻസർ കീ വെച്ച് കമ്പയർ ചെയ്തിട്ട്. സോ ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ദി ഫാക്ട്സ് ദാറ്റ് ഐ നോ ലെഡ് മീ ടു ദി കറക്റ്റ് ആൻസർ. ചിലപ്പോൾ നമുക്ക് പല ഇൻകറക്റ്റ് ഫാക്ട്സ് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആൻസറിലോട്ട് എത്തുമായിരിക്കും. സോ ഈവൻ ഇഫ് ഐ ഗോട്ട് ദി ക്വസ്റ്റ്യൻ കറക്റ്റ് ഐ വുഡ് ഡു ദിസ് അനാലിസിസ്. ആൻഡ് ഇഫ് ഐ ഡിഡ് നോട്ട് ഗെറ്റ് ദി ക്വസ്റ്റ്യൻ ഓർ ഇഫ് ഐ വെൻറ്റ് റോങ്, തെറ്റിയ ക്വസ്റ്റ്യനിൽ വാട്ട് ഐ വുഡ് ഡു ഇസ് വാട്ട് മെയ്ഡ് മീ ഗോ റോങ് എന്നൊരു അനാലിസിസ് ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ തെറ്റി, എന്ത് ഫാക്റ്റ് എങ്ങനെ ആലോചിച്ചത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ തെറ്റിയെന്നും. ആൻഡ് ദെൻ റോങ് ക്വസ്റ്റ്യൻസിൽ വൺ മോർ തിങ് ദാറ്റ് ഐ അഡീഷണലി യൂസ് ടു ഡു വാസ് എനിക്കറിയാവുന്ന എന്ത് ഫാക്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ എന്ത് നോളജ് ഓർ എനി മേ ബി ഇറ്റ്സ് എ ഇൻഫർമേഷൻ ദാറ്റ് മീ നോ അത് വെച്ചിട്ട് ഈ ആൻസർ കണ്ടുപിടിക്കാമായിരുന്നു എന്നും കൂടി ഐ യൂസ് ടു അനലൈസ്. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഐ സ്റ്റാർട്ടഡ് cracking MCQs. So ആ ഒരു 2019 ഐ കുഡ് മേക്ക് ദി പ്രിലിംസ്. സോ 2019 പ്രിലിംസ് ക്ലിയർ ചെയ്തു, മെയിൻസ് എത്തി. മെയിൻസിൽ ഓപ്ഷണൽ പഠിച്ചിട്ടില്ല. സോ എനിക്ക് 2019 മെയിൻസിൽ ഐ തിങ്ക് ഓപ്ഷണലിൽ നിന്ന് 200 മാർക്സ് ആണ് വന്നത്, 2 പേപ്പറും കൂടി. സോ ഐഡിയലി യു ഷുഡ് ഗെറ്റ് അറൌണ്ട് 300 ഇഫ് യു വോണ്ട് ടു ബി എ ടോപ്പർ എന്നാണ് പറയുന്നത്. സോ ഐ ഹാഡ് ഓൺലി 200 മാർക്സ് വിച്ച് ഇസ് വെരി വെരി ലോ. അപ്പം 2019 അതൊക്കെ സംഭവിച്ചു. അപ്പോൾ 2020 ദി കൊറോണ ഇയർ ഓപ്ഷനിലൊക്കെ പഠിച്ചു, MCQs ഒക്കെ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ലോക്ക്ഡൗൺ ആണ്. അപ്പം അങ്ങനെ വേറെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഇറ്റ്സ് ഓൾ ഫോളോയിങ് ഇൻ പ്ലേസ് ഫോർ ദി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കുറഞ്ഞുകൊണ്ട് നല്ലോണം പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റി. പക്ഷെ ആ വർഷം ഇറ്റ്സ് എ ഫൺ ഇയർ ആൻഡ് ഇറ്റ്സ് എ ഫ്രീക്ക് ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻ ബിക്കോസ് ഞാൻ എൻ്റെ കോളേജിൽ തന്നെയാണ് എക്സാം എഴുതിയത്. ആൻഡ് ഇറ്റ് ഈസ് ബാട്ടൺ ഹിൽ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ. അപ്പം അവിടെ ആദ്യം ചെന്നപ്പം 9:30 എക്സാം. സോ ഐ സ്റ്റാർട്ട് ഫ്രം മൈ ഹോം അറ്റ് 8:30, 5 minutes ഉള്ളൂ ഫ്രം മൈ ഹോം ടു ദി എക്സാം സെൻറ്റർ. സോ അവിടെ ചെന്നു, ഫസ്റ്റ് എൻട്രൻസ് ഇസ് ക്ലോസ്ഡ്. ഐ ഗോ ടു ദി സെക്കൻഡ് എൻട്രൻസ്, ദാറ്റ് ഇസ് ക്ലോസ്ഡ്. ഐ ഗോ ടു ദി തേർഡ് എൻട്രൻസ്, അവിടെ ഒരു കാർ കയറ്റില്ല. സോ യു ഹാവ് ടു പാർക്ക് യുവർ കാർ ആൻഡ് ദെൻ വാക്ക് ഇൻ ത്രൂ ദാറ്റ് എൻട്രൻസ്. ആൻഡ് എല്ലാവരും ഈ എൻട്രൻസിൽ വരുന്നതുകൊണ്ട് തന്നെ മൈ കാർ ഹാഡ് ടു പാർക്ക് ഇറ്റ് ലൈക്ക് 1 kilometer ഫ്രം ദിസ് എൻട്രൻസ് ആൻഡ് ദെൻ വാക്ക് ഓൾ ദി വേ ത്രൂ. അപ്പോൾ ഈ കൊറോണ ഇയർ ആയതുകൊണ്ട് തന്നെ ലോക്ക്ഡൗണും കാര്യങ്ങളും എല്ലാം കാരണം വി ആർ ഓൾ അറ്റ് ഹോം. ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ല, ഫിസിക്കലി ഒന്നും ചെയ്യുന്നില്ല, നടക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. സോ 0 ഫിസിക്കൽ ഫിറ്റ്നസ്. 1 kilometer അപ്പുറത്ത് കാർ പാർക്ക് ചെയ്തിട്ട് ഇവിടം വരെ നടന്ന്, അതും മാസ്കും വെച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ടയേർഡായി. അപ്പോൾ ടയേർഡായി കഴിഞ്ഞു. ആൻഡ് ടു ആഡ് ടു ദാറ്റ് വാട്ട് ഹാപ്പൻ വാസ് ബാട്ടൺ ഹില്ലിൻ്റെ ഏറ്റവും താഴെയായിരുന്നു എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വെ പേസ്റ്റഡ് ആൻഡ് മൈ ക്ലാസ് വാസ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി ഹിൽ. അപ്പം ഈ ഹില്ല് ആദ്യം ഡിസെൻഡ് ചെയ്തു, എന്നിട്ട് പിന്നെ തിരിച്ച് അസെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഐ വാസ് ഫിസിക്കലി ടയേർഡ്. സോ ഫിസിക്കലി ടയേർഡും ആയിരുന്നു. ആൻഡ് 2 other പ്രോബ്ലംസ് ദാറ്റ് ഇയർ വാസ്, അത് കൊറോണ ഇയർ ആയതുകൊണ്ട് തന്നെ ഐ വാസ് ടേക്കിംഗ് ഓൾ ദി മോക്ക് ടെസ്റ്റ് ഓൺലൈൻ. സോ ഒരു പേപ്പർ പെൻ ടെസ്റ്റ് ഞാൻ എഴുതുന്നില്ലായിരുന്നു. ആൻഡ് ടു ആഡ് ടു ദാറ്റ് ഐ ഹാഡ് നെവർ ടേക്കൺ എ ടെസ്റ്റ് വിത്ത് എ മാസ്ക്. സോ 1 hour into the exam ഐ സ്റ്റാർട്ടഡ് ഹാവിങ് എ ഡൾ ഹെഡ് ഏക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞതോടെ പതുക്കെ കോൺസെൻട്രേഷനൊക്കെ കുറഞ്ഞു. ഒരു ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി എക്സാം ഇറ്റ്സ് വാസ് ലൈക്ക് ഐ ജസ്റ്റ് വാണ്ടഡ് ടു എൻഡ് ഇറ്റ്. ഇറ്റ് വാസ് നോട്ട് ഹാപ്പനിങ്. സോ 2020 ഇങ്ങനത്തെ പ്രശ്നമൊക്കെ വന്നു. ദെൻ അഗെയിൻ ഇൻ 2021 വാസ് മൈ ലാസ്റ്റ് ഇയർ. സോ 2021 ഐ ഡിഡ് MCQ പ്രാക്ടീസ് വിത്ത് മാസ്ക് അറ്റ് ഹോം ആൻഡ് ഐ ഓൾസോ ഡിഡ് എ ലോട്ട് ഓഫ് പേപ്പർ പെൻ ടെസ്റ്റ് ബിക്കോസ് ആ വർഷം അഗെയിൻ ഐ ടുക്ക് ആൻ ഓൺലൈൻ ടെസ്റ്റ് സീരീസ് അലോൺ. So our വർഷം I took a offline test. I actually did not take an offline test. I printed the online questions and then did it offline. And then I used to practice everything with mask. Mains exam എഴുതിയതായാലും വീട്ടിൽ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയതായാലും എല്ലാം മാസ്ക് വെച്ച് ഒരു എക്സാം സിമുലേഷൻ. ആൻഡ് ഓൾസോ ഇൻ ദി എക്സാം അവേഴ്സ് ബിക്കോസ് യു ഹാവ് ടു സ്റ്റേ അലേർട്ട് ഇൻ ദി എക്സാം അവേഴ്സ്. സോ ഇപ്പം 9:30 11:30 ആണ് പ്രിലിംസിൻ്റെ എക്സാം ടൈമെങ്കിൽ ആ 9:30 11:30 തന്നെ ഐ വുഡ് ടേക്ക് ഇറ്റ് അറ്റ് ഹോം. സോ ഓൺ വീക്കെൻഡ്സ് ആണ് മോസ്റ്റ്ലി അതൊക്കെ നടന്നിരുന്നത്. എനിക്ക് തോന്നുന്നു മോക്ക് ഇൻ്റർവ്യൂസ് പോലും കിരൺ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാസ്ക് ഇട്ട് ചെയ്തിരുന്നു അല്ലേ, 1-2 യെസ്. സോ എനിക്ക് തോന്നുന്നു ഫോർച്യൂൺ IAS അക്കാഡമി തന്നൊരു മോക്കിൽ I had requested you guys എനിക്ക് മാസ്ക് ഇട്ടത് കൊടുക്കണം ബിക്കോസ് സം ഓഫ് ദി പാനൽസ് ആർ ആസ്കിങ് ദി
കാൻഡിഡേറ്റ്സ് കീപ് ദർ മാസ്ക് ഓൺ. സോ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ ഞാൻ മാസ്ക് വെച്ച് തന്നെ ചെയ്തു. ആൻഡ് ഇൻഫാക്ട് എൻ്റെ UPSC ഇൻ്റർവ്യൂ I had to keep the mask on because of COVID rising in Delhi. So it was really helpful that I could get all the feedback with the mask on because മാസ്ക് വെക്കുമ്പോൾ നമ്മുടെ ശബ്ദം കുറച്ച് മഫിൾഡ് ആയിരിക്കും, കുറച്ച് വോയിസിൻ്റെ എന്താ ലൗഡ്നെസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ എനിക്ക് ഫീഡ്ബാക്ക് കിട്ടിയുണ്ട്. ഇൻ ദ ഇൻ്റർവ്യൂ ഐ കുഡ് അഡാപ്റ്റ് ടു ദാറ്റ് റൈറ്റ് അവേ. സിൻസ് വി ഹാവ് കം ഓൺ ദി ഇൻ്റർവ്യൂ ടോപ്പിക് ആൻഡ് കിരൺ ഈ പ്രാവശ്യത്തെ ഇൻ്റർവ്യൂ ടോപ്പറുമാണ്, 206 മാർക്സ് ഉണ്ട്. അപ്പം ആ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ഷുവർ. സോ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസിൽ ഫണ്ടമെൻ്റലി എനിക്ക് തോന്നുന്നത് കുറച്ച് കാര്യങ്ങൾ വാസ് ഒരു പ്രിപ്പറേഷൻ ഒരു മോഡിൽ ഐ യൂസ് ടു റീഡ് ത്രൂ എ ലോട്ട് ഓഫ് ട്രാൻസ്ക്രിപ്റ്റ്സ്. അപ്പം ഈ പല ട്രാൻസ്ക്രിപ്റ്റ്സിൻ്റെയും ആൻസേഴ്സും ഞാൻ പ്രിപ്പയർ ചെയ്യാను ഫോർ തിങ്സ് ഐ ഡിഡ് നോട്ട് നോ. സോ ഫ്രം ദാറ്റ് ഐ ഗോട്ട് എ വെരി ക്ലിയർ ക്വസ്റ്റ്യൻ ഓൾസോ ഫ്രം ദി ട്രാൻസ്ക്രിപ്റ്റ്സ്. ആൻഡ് അതർ ദാൻ ദാറ്റ് ഒരുപാട് മോക്സ് കൊടുത്തു. മോക്സ് കൊടുത്തതിൽ എല്ലാ കമൻസും വാലിഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല. നമുക്കത് കുറേയൊക്കെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള കമൻസ് കിട്ടി, കുറച്ച് വാലിഡ് അല്ലാത്ത കമൻസ് വരുന്നതിനെ നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്യണം. സോ നമ്മൾ അതിൽ ഡിജക്റ്റഡ് ആയി നിന്നിട്ട് കാര്യമില്ല. സോ വി ഹാവ് ടു ഫിൽട്ടർ ദോസ് കമൻസ് ഔട്ട് ആൻഡ് വർക്ക് ഓൺ ദി പോസിറ്റീവ്സ് ആൻഡ് ഓൾസോ ഏരിയാസ് വെർ യു ക്യാൻ ഒബ്വിയസ്ലി ഇംപ്രൂവ്. അപ്പം അങ്ങനെ ചെയ്ത കുറച്ച് കാര്യങ്ങളിലൂടെയാണ് ഇത് കയറി വന്നത്. ആൻഡ് വൺ മോർ തിങ് ദാറ്റ് ഐ വോണ്ട് ടു ആഡ് ദർ ഇസ് ബിക്കോസ് എനിക്ക് 10 years ഓഫ് കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. So in my job profile, I have to work with people from all around the world. So I've interacted with people from North America, South America, Europe, and in almost all parts of the world. Besides interacting with all people from all over India. So that helps a lot because അങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു അവന്യൂ ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് you understand how to communicate ideas to them, how to grasp things that they're saying, the change in accent and a lot of things. So അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ has definitely helped in getting the marks that I secured for the interview. ഇപ്പോൾ നമുക്ക് വർക്ക് എക്സ്പീരിയൻസിലൂടെ കിട്ടിയ എക്സ്പോഷറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആൻഡ് കിരൺ ജോലിയും പഠിത്തവും ഒരുമിച്ച് കൊണ്ടുപോയ ഒരാളാണ്. അപ്പം അതിൻ്റേതായ സ്ട്രഗിൾസ് ഉണ്ട്, പക്ഷെ അതിപ്പോൾ പറഞ്ഞ പോലെ അതിൻ്റേതായ കുറച്ച് ബെനിഫിറ്റ്സും ഉണ്ട് അല്ലേ? സോ വാട്ട് വുഡ് യു സജസ്റ്റ്? ജോലി കുറേ ആൾക്കാർ ജോലി വിട്ടിട്ട് വരാറുണ്ട്. ജോലിയോട് കൂടെ ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന യു ഹവ് പ്രൂവൺ ഇറ്റ്. പക്ഷേ what would be your advice to them? See, I think if you like your job, you should continue doing your job because definitely ജോലി ബാലൻസ് ചെയ്തുകൊണ്ട് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും. There are a lot of other great people with great ranks who have proved that. അപ്പം എൻ്റെ ഒരു സജഷൻ, ജോലി ചെയ്തുകൊണ്ട് if you want to pursue civil service, you have to have some kind of discipline. So our discipline would be with respect to your work-life balance. ഇപ്പം എൻ്റെ കേസ് എടുത്താൽ I would work from 9 to 6, but 9 to 6 ആ വർക്ക് തീരണം. കാരണം ആ ഒരു 9 മുമ്പുള്ള സമയം സ്റ്റഡീസിന് ഉപയോഗിക്കാം, 6 കഴിഞ്ഞിട്ടുള്ള സമയം സ്റ്റഡീസിന് ഉപയോഗിക്കാം. പക്ഷേ ഇഫ് യു ഡോണ്ട് ഹാവ് എ സ്ട്രിക്റ്റ് വർക്ക് ലൈഫ് ബാലൻസ് ദാറ്റ് വിൽ ബി ടഫ്. ആൻഡ് അതർ തിങ് ഇസ് യു നീഡ് ടു നോ ഹൗ ടു പ്രയോറിറ്റൈസ്. സോ നമ്മൾ ഔട്ട്സൈഡ് ഓഫ് വർക്ക് നമ്മുടെ ലൈഫിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ മൈറ്റ് ബി എ ലോ പ്രയോറിറ്റി തിങ്സ്. സോ അതിനെ നമ്മൾ പതുക്കെ ഫിൽട്ടർ ഔട്ട് ചെയ്യാനും അതിനെ മനസ്സിലാക്കി നമുക്ക് അതിൽ സ്പെൻഡ് ചെയ്യുന്ന എനർജി ഇതിലോട്ട് ചാനലൈസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു പ്രയോറിറ്റീസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഡൂവബിൾ ഫോർ എനിബഡി. പിന്നെ വീക്കെൻഡ്സ് ഉണ്ട് ഒബ്വിയസ്ലി പഠിക്കാൻ. അപ്പം വീക്കെൻഡ്സിലും നമുക്ക് ഒരുപാട് പുഷ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കീ എന്ന് പറയുന്നത് വർക്കും ലൈഫും സ്റ്റഡീസും കൂടെ മാനേജ് ചെയ്യുമ്പോൾ ദി കീ ഈസ് ഗോയിങ് ടു ബി ടൈം മാനേജ്മെൻറ്റ് അല്ലേ? അപ്പം ഓൾറെഡി കിരൺ പ്രയോറിറ്റൈസേഷനെ കുറിച്ച് പറഞ്ഞു. അതൊന്ന് ഇലാബറേറ്റ് ചെയ്യുമോ? ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയായിരുന്നു? ഒരു ഡെയിലി സ്റ്റഡി ഷെഡ്യൂൾ എങ്ങനെയായിരുന്നു? അതൊന്ന് ഇലാബറേറ്റ് ചെയ്യാമോ? So on a work day, pre-COVID, so pre-COVID എന്ന് പറയുമ്പോൾ I had to go to office, I had to be in office between 9 and 6. So on a pre-COVID work day, my day would start at 5 a.m. So ഒരു 5 to maybe ഒരു 8 o'clock വരെ പഠിക്കുമായിരുന്നു. Then I would start for office, get ready for office and be at office by 9, ഒരു 9ish ടൈമിൽ. Then again 9 to 6 it's only work. There's nothing that happens there with respect to contributing to the preparation side. So it's all work. 6 വർക്കിനെ നമുക്ക് കറക്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. സോ 6 വർക്ക് സ്റ്റോപ്പ് ചെയ്യുക, ദെൻ കം ബാക്ക്, മേ ബി ഹാവ് സം ടൈം ഓഫ് 7:30, 8 ഒക്കെ ആകുമ്പോൾ പിന്നെ ഒരു 2 hours മേ ബി പറ്റുകയാണെങ്കിൽ, ഇഫ് യു ആർ ടയർഡ് ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ, 2 hours കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 5 hours per day കിട്ടും. ഐ തിങ്ക് ഫോർ എ UPSC aspirant who has a good mentor, I had a good mentor like Munchedan, so who has a good mentor who will tell him what to prioritize and how to strategize, I think 5 hours is more than sufficient per day to prepare for this exam. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പ്രയോറിറ്റൈസ് എന്ന് പറയുമ്പം
നമ്മൾ ഫുള്ള് പഠിച്ചിരുന്നോ അതോ ഏതെങ്കിലുമൊക്കെ ഏരിയ സ്കിപ്പ് ചെയ്തിരുന്നോ? എനിക്കൊരു ടൈമിൻ്റെ ഒരു ക്രഞ്ച് ഉണ്ടായിരുന്ന കൊണ്ട് തന്നെ എനിക്കൊരു സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് സ്ട്രാറ്റജിയാണ്. സോ ഫോർ പീപ്പിൾ ഹു സീയിങ് ദിസ് ഐ വുഡൻറ്റ് അഡ്വൈസ് ദിസ്, ബട്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതിരുന്ന കൊണ്ടും ടൈമിൻ്റെ ഒരു പോസിറ്റീവ് ഉള്ളത് കൊണ്ടും ദിസ് ഇസ് വാട്ട് ഐ ഡിഡ്. സോ എനിക്ക് ജോഗ്രഫി, ഹിസ്റ്ററി പണ്ട് തൊട്ട് സ്കൂൾ സമയം തൊട്ട് ഐ വാസ് ബാഡ് അറ്റ് ഇറ്റ്. സോ ഹിസ്റ്ററിയിൽ ഐ ഓൺലി സ്റ്റഡീഡ് മോഡേൺ ഇന്ത്യ ആൻഡ് ഏൻഷ്യൻ്റ് ഇന്ത്യയും മിഡീവൽ ഇന്ത്യയും എനിക്കൊരു സെൻസ് ഉണ്ട് കാര്യങ്ങളെ പറ്റി. വളരെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിട്ടും എന്നല്ലാതെ എനിക്ക് ഇൻഡെപ്ത് ഏൻഷ്യൻ്റ് ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ആർട്ട് ആൻഡ് കൾച്ചർ അറിയില്ല. അതെനിക്ക് ഇപ്പോഴും അറിയില്ല. ആൻഡ് ദി സെക്കൻഡ് തിങ് ഇസ് ജോഗ്രഫി. സോ ജോഗ്രഫിയും എനിക്കൊരു ജനറൽ സെൻസ് ഉണ്ട് ഇന്ത്യയെ പറ്റിയും, ഇന്ത്യയുടെ ഡയമെൻഷൻസ്, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് മേജർ തിങ്സും കാര്യങ്ങളൊക്കെ. അതല്ലാതെ ഇന്ന റിവറിൻ്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഏതാണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. സോ അത്ര ഡെപ്തിലും എനിക്കറിയില്ല. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മുനിച്ചേട്ടനാണ് എനിക്ക് പക്കയായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്ത് തന്നത്. ബിക്കോസ് ഹീസ് ഡൂയിങ് ദീസ് അനാലിസിസ് ഓഫ് ദി ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ഹൗ ചില ഏരിയകളിൽ നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ റിട്ടേൺസ് കിട്ടും. സോ കൂടുതൽ റിട്ടേൺസ് എന്ന് പറയുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻ പ്രിലിംസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ചില ഏരിയാസിൽ കുറവാണ്. അപ്പം ഇങ്ങനെ ടൈം ക്രഞ്ച് ഉള്ളൊരു എന്നെപ്പോലെ ഒരാൾക്ക് മോഡേൺ ഇന്ത്യയും ബാക്കി ഹോട്ട് ടോപ്പിക്സും പഠിച്ചിട്ട് സമയം പിന്നെയും കിട്ടിയാൽ മാത്രമേ നമ്മൾ ഏൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, ജോഗ്രഫിയിലൊക്കെ ഇട്ടൊക്കെ ഡെപ്തിൽ ചെല്ലുന്നുള്ളൂ. സോ അങ്ങനത്തെ സ്ട്രാറ്റജൈസ് ഒക്കെ ചെയ്തു തന്നത് മുനിച്ചേട്ടനും ഇവിടുത്തെ ടീം, ഫോർച്യൂൺ ഐ എസ് അക്കാഡമിയിലെ ടീം. പ്രയോറിറ്റൈസ് ചെയ്തതിൽ ഹൈ പ്രയോറിറ്റി കൊടുത്തിരുന്നത് വാസ് പൊളിറ്റി, എക്കണോമിക്സ്, എൻവയൺമെൻറ്റ്, പിന്നെ കറണ്ട് അഫയേഴ്സ്. സോ ഈ ഒരു 4 സാധനം മാക്സിമം തറവായിട്ട് മാക്സിമം നല്ലോണം തന്നെ കവർ ചെയ്യാനായിരുന്നു സ്ട്രാറ്റജൈസ് ചെയ്തിരുന്നത്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് പോലെ എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ റിസ്കിൽ മാത്രം എടുക്കേണ്ടതാണ്. കിരൺ ഓൾറെഡി പറഞ്ഞു അത് റിസ്ക്കിയാണ്. അപ്പം ഏൻഷ്യൻറ്റും മിഡീവലും ജോഗ്രഫിയും ഒക്കെ സ്കിപ്പ് ചെയ്യുന്നത് എഗെയിൻ റിസ്ക്കിയാണ്. പക്ഷേ പ്രയോറിറ്റൈസേഷൻ വേണ്ട കാര്യം തന്നെയാണ്. റൈറ്റ്. സോ മൂവിങ് ഓൺ, നമുക്ക് മെയിൻസിലേക്ക് വരാം. പ്രിലിംസ് സ്ട്രാറ്റജി നമ്മൾ ഏകദേശം പറഞ്ഞു. അനാലിസിസ്, എനിക്ക് ആ പ്രിലിംസ് അനാലിസിസിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, യു ഓൾസോ അനലൈസ്ഡ് കറക്റ്റായ ക്വസ്റ്റ്യൻസ്. പലരും തെറ്റിയ ക്വസ്റ്റ്യൻസ് മാത്രമേ അനലൈസ് ചെയ്യാറുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റായി എന്നും കിരൺ അനലൈസ് ചെയ്തു. അതെനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അത് പലരും ചെയ്യാറില്ല. സോ നമുക്ക് മെയിൻസിലേക്ക് വരുമ്പം എഗെയിൻ ടൈം ക്രഞ്ച് ഉണ്ട്. നമുക്ക് മെയിൻസ് ടെസ്റ്റ് സീരീസ് എഴുതണം, വർക്കിൻ്റെ കൂടെ അത് എഴുതണം. അപ്പം അതെങ്ങനെയാണ് അച്ചീവ് ചെയ്തത്? മെയിൻസിനൊരു മിനിമലിസ്റ്റ് സ്ട്രാറ്റജിയാണ് എടുത്തത്. സോ മിനിമം റീഡിങ് മെറ്റീരിയലും മാക്സിമം പ്രാക്ടീസും. സോ കാരണം മെയിൻസിന് കപ്പിൾ ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രോപ്പറായി എഴുതി തീർക്കണം, രണ്ടാമത് പ്രോപ്പറായി സ്ട്രക്ചർ ചെയ്യണം ആൻസർ. നമ്മുടെ കണ്ടൻറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ വി ഷുഡ് ആൻസർ ടു ദി പോയിന്റ്. നമ്മൾ ക്വസ്റ്റ്യൻ എന്താണോ ചോദിക്കുന്ന അതിനെ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം. ആൻഡ് മെയിൻലി ഞാനിവിടെ ആസ് യു നോ 2019 ഐ വാസ് അണ്ടർ യുവർ മെൻറ്റർഷിപ്പ്, ആൻഡ് അത് കഴിഞ്ഞ് 2021 ഞാൻ മുനിച്ചേട്ടൻ്റെയും മെൻറ്റർഷിപ്പിലായിരുന്നു. സോ ഐ ഡിഡ് മെയിൻസ് ടെസ്റ്റ് സീരീസ് ഹിയർ വിച്ച് വാസ് വെരി ഹെൽപ്ഫുൾ. ബിക്കോസ് ആ ടെസ്റ്റ് സീരീസ് ഇവിടെ ചെയ്ത് കഴിഞ്ഞ് ആ ഫീഡ്ബാക്കിൽ നിന്നൊക്കെ ഐ ഗോട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എനിക്ക് സ്ട്രക്ചറിങ്ങും പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ നാച്ചുറലി വരുന്നുണ്ട്. മേ ബി ഇറ്റ് ഇസ് മൈ കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട് ദാറ്റ്സ് ഹെൽപ്പിംഗ് ദർ. പക്ഷേ അപ്പം ദെൻ ഐ ഹാഡ് ടു ബിൽഡ് ഓൺ കണ്ടൻറ്റ്. സോ ഒരു മിനിമൽ കണ്ടൻറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി വാട്ട് ഐ യൂസ് ടു ഡു വാസ് കറണ്ട് അഫയേഴ്സ് തന്നെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നെ ലോട്ട് ഓഫ് മെയിൻസിൻ്റെ ജനറൽ സ്റ്റഡീസിൻ്റെ കണ്ടൻറ്റ് യൂസ് ടു കം ഫ്രം പ്രിലിംസ് പ്രിപ്പറേഷൻ ഇറ്റ്സെൽഫ്. സോ ദാറ്റ് ഓൾ റിയലി ഹെൽപ്പ്. സോ എനിക്കൊരു കാര്യം മേ ബി മെയിൻസ് മാത്രമല്ല, ഇൻ ജനറൽ എല്ലാ ആസ്പിറൻസിനോടും പറയാനുള്ളത് ഇസ് ലൈക്ക് you have to know who you are. So you have to know what works for you and what does not work for you. എന്നാലേ നിങ്ങൾക്ക് ഈ എക്സാമിനെ കറക്റ്റായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്ത് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇഫ് യു ആസ്ക് മീ, ഐ ആം ബെറ്റർ ഓഫ് റൈറ്റിംഗ് എ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ദാൻ ആൻ ഒബ്ജക്റ്റീവ് എക്സാം. സോ എനിക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് മെയിൻസ് എഴുതാൻ വലിയ ബുദ്ധിമുട്ട് കാണില്ല എന്ന് എനിക്ക് മനസ്സിൽ തോന്നലുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഐ വാസ് റൈറ്റ് അബൌട്ട് ദാറ്റ്. ബട്ട് പ്രിലിംസ് ഞാൻ 3 പ്രാവശ്യം ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടി. 3 വർഷം ക്ലിയർ ചെയ്തിട്ടുമില്ല. സോ കമ്പയർഡ് ടു ദാറ്റ് ഐ തിങ്ക് നമുക്കൊരു നമ്മളെ പറ്റി ഒരു ധാരണ വേണം, വാട്ട് വി ക്യാൻ ഡു ആൻഡ് വാട്ട് വി കനോട്ട് ഡു. ദെൻ ഓൺലി യു ക്യാൻ വർക്ക് ഓൺ യുവർ വീക്ക് ഏരിയാസ് ഓർ മേക്ക് യുവർ സ്ട്രെങ്സ് റിയലി റിയലി സ്ട്രോങ്. അങ്ങനത്തെ ഒരു ഇതിലാണ്. ആൻഡ് ദി നെക്സ്റ്റ് തിങ് ഇസ് സംതിങ് ദാറ്റ് ഐ ഹാവ് ബീൻ ടോൾഡ് എ ലോട്ട്. 2019 ഞാൻ മെയിൻസ് എഴുതിയപ്പോൾ ഐ ഡിഡ്ന്റ് ഡു ഇറ്റ്. 2021 ഐ ഡിഡ് ഇറ്റ് ആൻഡ് ഐ മെയ്ഡ് ഇറ്റ്. സോ ദാറ്റ് ഈസ് നത്തിങ്. ഇത്രയുള്ള സിമ്പിൾ കാര്യമാണ്. ഒരുപാട് ടോപ്പേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓപ്ഷണലാണ് ശരിക്കും നല്ലോണം പ്രിപ്പയർ ചെയ്യേണ്ട ബിറ്റ്വീൻ ദി ടൈം ദാറ്റ് യു ഹാവ് ബിറ്റ്വീൻ യുവർ പ്രിലിംസ് ആൻഡ് മെയിൻസ്. സോ ഓപ്ഷനിൽ ശരിക്കും പ്രിപ്പയർ ചെയ്ത് നല്ലൊരു മാർക്ക് കിട്ടുകയാണെങ്കിൽ ദാറ്റ് എലോൺ ഇസ് യുവർ ഗെയിം ചേഞ്ചർ.
കാരണം ജനറൽ സ്റ്റഡീസ് വിൽ കം ടു യു നാച്ചുറലി ത്രൂ യുവർ പ്രിലിംസ് പ്രിപ്പറേഷൻ. സോ ഇഫ് ഐ ടേക്ക് മൈ കേസ് 2019 മെയിൻസ് എഴുതുമ്പം ഐ നെഗ്ലക്റ്റഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. സോ എനിക്ക് 200 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് 2021 ഇതൊരു മിസ്റ്റേക്കാണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ തിരിച്ച് അത് ഫിക്സ് ചെയ്തു. സോ 2021 മെയിൻസ് പ്രിപ്പറേഷൻ വാസ് 90% I would say public administration oriented. എനിക്ക് 285 ഉണ്ട്, which is somewhere close to the target that we have, which is 300. So definitely public administration, a lot of things that Munichetan told me helped, because even I think 1 or 2 days before the exam he used to take a crash course. So അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഐ ടുക്ക് ഹിസ് ക്ലാസ്സസ് ഹിയർ ഓൾസോ, ഹിസ് നോട്ട്സ് ആൻഡ് ഓൾ ദാറ്റ്. സോ അഗെയിൻ വിത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മൈ സ്ട്രാറ്റജി വാസ് മിനിമലിസ്റ്റിക് കണ്ടന്റ്. സോ എനിക്ക് ഒരു ടെക്സ്റ്റ് മാത്രം, ഞാനൊരു മിനിമൽ ടെക്സ്റ്റ് അരിബമിൻ്റെ ബുക്കും മുനിച്ചേട്ടൻ്റെ നോട്ട്സും മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ. സോ അതർ ദാൻ ദാറ്റ് ഐ ഹാവ് നോട്ട് ഫോളോഡ് എനിത്തിങ്. ഒരു ടെസ്റ്റ് സീരീസും എഴുതിയിരുന്നു, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. Again, I should congratulate you on your public administration marks. 285 marks. എനിക്ക് തോന്നുന്നു ഇതുവരെ കേട്ടതിൽ വൺ ഓഫ് ദ ഹയസ്റ്റ് ആണ് ഇൻ പബാഡ്. സോ ഇറ്റ്സ് യെറ്റ് ടു ബി കൺഫേം. പക്ഷേ ഇതുവരെ കേട്ടതിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓപ്ഷനിൽ ഹയസ്റ്റ് ആണ്, നാഷണൽ ഹയസ്റ്റ് ആണ് സോ ഫാർ വിത്ത് ദ ഇൻഫർമേഷൻ വിച്ച് വി ഹാവ്. സോ കൺഗ്രാറ്റ്സ് ഓൺ ദാറ്റ്. ആൻഡ് ഈ മിനിമൽ കണ്ടന്റിൽ തന്നെ ഇത്രയും മാക്സിമൈസ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഗ്രേറ്റ്. കുഡോസ് ടു യു ആൻഡ് അഗെയിൻ മുനി ഓൾസോ. യെസ്, ഡെഫിനറ്റ്ലി. ഇപ്പോൾ പ്രിലിംസ് പ്രിപ്പറേഷൻ പറഞ്ഞപ്പോഴും മെയിൻസ് പറഞ്ഞപ്പോഴും ഇൻ്റർവ്യൂ പറഞ്ഞപ്പോഴും എല്ലാം കിരൺ ഒരു മെൻറ്ററിൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് UPSC അൺസർട്ടൺ ആയിട്ടുള്ള ഒരു എക്സാമാണ് ടു ആൻ എക്സ്റ്റെൻറ്റ്. അപ്പം ഇങ്ങനെ ഒരു എക്സാമിൽ ഒരു മെൻറ്ററിൻ്റെ റോൾ എന്താണ്? സി ലൈക്ക് യു സെഡ്, ഇതൊരു അൺസർട്ടൺ എക്സാം ആണ്. ബിക്കോസ് എന്ത് വേണമെങ്കിലും ചോദിക്കാം. യു കുഡ് ബി ആസ്ക്ഡ് എനിത്തിങ് അണ്ടർ ദി സൺ ആൻഡ് ബി എക്സ്പെക്റ്റഡ് ടു നോ ഇറ്റ്. സോ അങ്ങനത്തെ ഒരു എക്സാമിൽ യു കുഡ് ഫോൾ ഇൻ ടു സം പ്ലേസസ് വെർ യു ഡു റിസർച്ച്. ഇപ്പം ചില ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിട്ടേൺസ് അധികം ഇല്ലാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെ റിസർച്ചും ചെയ്ത് നിന്നിട്ട് ഒരു കാര്യമില്ല. ഈവൻ ഇഫ് ഇറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് യു, ദർ ഇസ് നോ പോയിന്റ്. സോ ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ഹാവ് ടു റിയലൈസ് ദിസ് ഇസ് ആൻ എക്സാം ആൻഡ് യു ഹാവ് ടു ക്ലിയർ ദാറ്റ്. അപ്പം അങ്ങനെ ഒരു എക്സാമിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ വി നീഡ് ദി ഗൈഡൻസ് ഓഫ് എ പ്രൊഫഷണൽ, സംബഡി ഹു ഹാസ് സീൻ ദിസ് ഇൻഡസ്ട്രി ഫോർ ഇയേഴ്സ്, somebody who is doing the analysis for you, and somebody who can understand you, because you will have your strengths and weaknesses. Like I said, I was bad in history and geography, but I was good in economics and polity compared to the other two. So എൻ്റെ mentor Munichetan could understand me first, and then he could come up with a strategy which works for me. Given that I'm a working professional, he could come up with a strategy that works for me, because Munichetan ആദ്യം എന്നെ കാണുമ്പോഴേ പറഞ്ഞത്, since you're working, this will not be a 1-year thing. It'll take a couple of years, but we'll reach there eventually. So he was right. We did reach there eventually, but it took a couple of years. അപ്പം അങ്ങനെ കാര്യങ്ങളെ മനസ്സിലാക്കി ലോങ് ടേമിന് നമുക്ക് പ്ലാൻ ചെയ്ത് തരാൻ പറ്റുന്ന ഒരു മെൻറ്റർ ഇല്ലെങ്കിൽ there will be hurdles that you'll hit. Maybe ആ ഹേർഡിൽസിനെ ഹിറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ, വി നീഡ് ടു സ്ട്രാറ്റജൈസ്. ബട്ട് ഇഫ് there's a mentor, he can strategize for you even before you hit the hurdles. ഇപ്പം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഞാൻ പറഞ്ഞാണല്ലോ, എൻ്റെ ഒരു മിനിമലിസ്റ്റ് ഒരു സ്ട്രാറ്റജിയാണ്. സോ മുൻചേട്ടൻ ഒരു ക്രാഷ് കോഴ്സ് എടുത്തു അബൌട്ട് ദി ഹോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പേപ്പർ 1 ആൻഡ് പേപ്പർ 2. സോ എനിക്ക് ഒരു നല്ല ധാരണയുണ്ട് എല്ലാ കാര്യങ്ങളെയും പറ്റിയും, എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെയും പറ്റിയും. അപ്പോൾ അതൊരു മെൻറ്റർ who has had experience in this field with people who have succeeded and people who have failed, because ഒരു മെൻറ്ററിന് രണ്ട് സൈഡിലും എക്സ്പീരിയൻസ് ഉണ്ട്. സക്സസ്ഫുൾ കാൻഡിഡേറ്റ് will only have his success story. So mentor has also the failures of all us other candidates. So that really helps. So I think even if you are a full-time aspirant or a part-time aspirant, the role of a mentor is really, really important. And I'm fortunate that for me, from the start of my journey, like in 2017, UPSC എന്താന്ന് പറഞ്ഞു തരുന്നത് തൊട്ട് 2022-ലാണ് എൻ്റെ 21-ൻ്റെ ഇൻ്റർവ്യൂ. 2022-ൽ എൻ്റെ ആ ഇൻ്റർവ്യൂ കൊടുക്കുന്നവരെ I had Munichetan throughout. And in fact, he was the first person to call me when the results came out. So he was there all through. That was a big game changer, to be honest. ഗ്രേറ്റ്. സോ ഇപ്പം ചെറുതായിട്ട് പറഞ്ഞു ഒത്തിരി ഹേർഡിൽസ് ഓവർകം ചെയ്തിരുന്നു എന്ന്. സോ ആൻഡ് ഐ നോ എ ബിറ്റ് ഓഫ് ദ ഹേർഡിൽസ് ഓൾസോ. സോ ഇഫ് യു വിൽ ഇലാബറേറ്റ് എന്തൊക്കെയായിരുന്നു ഹേർഡിൽസ്? ആൻഡ് കുറച്ച് ലൈറ്റ് മൊമെൻറ്റ്സും ഉണ്ടല്ലോ അതിനകത്ത്. Okay. So maybe we'll take this year where I cleared it, because that was eventful. So October line, if I remember correctly, prelims 2021 prelims was in October. So എൻ്റെ കല്യാണമായിരുന്നു നവംബറിൽ കല്യാണമാണ്. സോ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് I thought മുനിച്ചേട്ടനെയും ആൻ്റണിനെയും വിളിച്ചിട്ടല്ലോ കല്യാണം, ലെറ്റ്സ് ഫോൺ ദം.
അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും പരീക്ഷ അന്ന് എഴുതിയതല്ലേ, സോ പരീക്ഷയുടെ റിസൾട്ട് എന്തായെന്നൊന്ന് നോക്കിയേക്കാം. കാരണം കല്യാണം അതിൻ്റെ തിരക്കുമൊക്കെ ആയിട്ട് ഞാനധികം ഫോക്കസ് കൊടുക്കുന്നില്ലായിരുന്നു ഇതിൻ്റെ റിസൾട്ട്സിലോട്ടും ആൻഡ് വാട്ട് നെക്സ്റ്റ് എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. സോ ദെൻ ഐ ചെക്ക് ഇറ്റ് ആൻഡ് ദെൻ ഐ റിയലൈസ് ഓക്കെ പ്രിലിംസ് ക്ലിയർ ചെയ്തു. അപ്പം ഇഫ് യു റിമെമ്പർ കറക്റ്റ്ലി ഐ കോൾഡ് യു അപ്പ് ആൻഡ് സെഡ് 2 കാര്യങ്ങളുണ്ട്. അതെ, എക്സാക്ട്ലി റിമെമ്പർ. 2 കാര്യങ്ങളുണ്ട്. 1 കല്യാണമാണ്, വരണം. 2 പ്രിലിംസ് പാസ്സായി, ഇനി എന്ത് ചെയ്യണം? സോ മുൻചേട്ടനോടും ഐ ടോൾ ദി സെയിം തിങ്. സോ ഹി സെഡ് നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി കല്യാണം കഴിച്ചിട്ട് നീ ഒന്ന് റിലാക്സ് ഒക്കെ ആയിട്ട് വാ, നമുക്ക് അത് കഴിഞ്ഞിട്ട് എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞു. സോ ഹി ഗേവ് മീ കോൺഫിഡൻസ് ബിക്കോസ് അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഇങ്ങനെ എന്ത് ചെയ്യും എന്നൊരു സൈഡായി പോകും. കാരണം ബിക്കോസ് കല്യാണത്തെ ഭാഗമായിട്ട് വീടൊക്കെ നമ്മൾ പെയിൻറ് ചെയ്യും, എല്ലാം ഒന്ന് സെറ്റ് ചെയ്യും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഐ തോട്ട് ഓക്കെ ഫിലിംസ് കഴിഞ്ഞു. ഇറ്റ് ഡിഡ്ന്റ് ഗോ വെൽ ഫോർ മീ. ഐ തോട്ട് ഐ ഡിഡ്ന്റ് ഡു ഇറ്റ് ജസ്റ്റിസ്. സോ ഇറ്റ് ഡിഡ്ന്റ് ഗോ വെൽ ഫോർ മീ. സോ ഐ തോട്ട് മേ ബി ഈ ബുക്കിൻ്റെയും ഈ ടെസ്റ്റ് സീരീസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നതൊക്കെ ക്ലിയർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐ ഹാഡ് മിനിമൽ പ്രിപ്പറേഷൻ മെറ്റീരിയൽ ഓൾസോ. സോ അറ്റ് ദാറ്റ് സ്റ്റേജ് നവംബറിൽ കല്യാണം കഴിഞ്ഞ് വെൻ ഐ കെയിം ബാക്ക് ആൻഡ് സ്റ്റാർട്ടഡ് പ്രിപ്പയറിങ്, ഓൾറെഡി ടെസ്റ്റ് സീരീസ് ഒക്കെ കുറേ ആയി. അങ്ങനെ ടെസ്റ്റൊക്കെ എഴുതി തുടങ്ങി. ടെസ്റ്റൊക്കെ എഴുതി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പതുക്കെ കോവിഡ് കിട്ടി. അപ്പം കോവിഡ് കിട്ടിയപ്പോഴേക്കും ഞാൻ ക്വാറന്റൈനിലായി. എനിക്ക് കുറച്ച് പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ പോസ്റ്റ് കോവിഡും ഒക്കെ ശരിയായി. ഇങ്ങനെ ഡിസംബറിലായിരുന്നു കോവിഡിൻ്റെയും പോസ്റ്റ് കോവിഡിൻ്റെയും ബുദ്ധിമുട്ടൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് ശരിയായി വന്നപ്പോഴത്തേക്കും ജാനുവരി ആയപ്പോഴത്തേക്കും മെയിൻസ് എക്സാമിൻ്റെ ടൈമായി. സോ അങ്ങനത്തെ ഒരു ഫേസിലൊക്കെ ഒരു മെൻറ്ററില്ലാതെ ഡെഫിനറ്റ്ലി പോകാൻ പറ്റില്ല. സോ ഈവൻ ആ ഒരു ടഫ് ഫേസിൽ മെൻറ്റർ ഉണ്ടായിരുന്ന കൊണ്ട് സോ ഐ കുഡ് ഗോ ത്രൂ ഇറ്റ് സീംലെസ്ലി ബിക്കോസ് ഹി വാസ് ഏബിൾ ടു ടെൽ മീ കിരൺ ഇതാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട സ്ഥലം, നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി എടുക്കാം എന്ന് പുള്ളിക്ക് തന്നെ അത് പറഞ്ഞു തരാൻ പറ്റി. സോ ഈവൻ ആ ടഫ് ടൈംസിൽ കൂടി മെൻറ്ററിന് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അല്ലാത്ത ഒരു ഫുൾ ടൈം ആസ്പിറൻറ്റിന് ഇൻ നോർമൽ ടൈംസ് എ മെൻറ്റർ കുഡ് റിയലി അപ്ലിഫ്റ്റ് ഹിം എ ലോട്ട്. സോ ദാറ്റ് ഇസ് ആ ലൈറ്റർ മൊമെൻറ്റിൽ കൂടി ഉള്ളൊരു ഇതാണ്. ശരിക്കും പക്ഷേ ലൈറ്റ് അല്ല, ഭയങ്കര ഇവൻഫുൾ ആണല്ലേ. സിൻസ് വി ആർ ഓൺ ദ ടോപ്പിക് ഓഫ് ഹേർഡിൽസ്, സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? കാരണം ഇത് ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയുടെ പാർട്ട് ആൻഡ് പാഴ്സലാണ് സ്ട്രെസ് എന്നുള്ളത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. കാരണം ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ കിട്ടാതാകുമ്പോൾ പലർക്കും സ്ട്രെസ്സ് ഭയങ്കരമായി കൂടാറുണ്ട്. കാരണം നാട്ടിലെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, വീട്ടുകാരോട് എന്ത് പറയും. ഹൗ ഡിഡ് യു മാനേജ് സ്ട്രെസ്? സോ എനിക്കധികം സ്ട്രെസ് ഇല്ലായിരുന്നു. ആൻഡ് ഐ തിങ്ക് ദി മെയിൻ റീസൺ ഫോർ ദാറ്റ് ഇസ് ഒരു സോളിഡ് ബാക്കപ്പ് വേണം. സോ ഐ വാസ് വർക്കിംഗ് ഫുൾ ടൈം ഇൻ ദി സെക്കൻഡ് ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനി ഇൻ ദി വേൾഡ്. അപ്പം അത് തന്നെ ആണ് എൻ്റെ സ്ട്രെസ് എനിക്കധികം വരാത്തതിൻ്റെയും റീസൺ. ബിക്കോസ് ഐ ലൈക്ക് ദാറ്റ് ജോബ്, ബട്ട് സിവിൽ സർവീസ് ഇസ് എ ഡിഫറെൻറ്റ് തിങ്, എ ബിഗർ ക്യാൻവാസ്. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു സോളിഡ് ബാക്കപ്പ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ ഈവൻ ഇഫ് ഐ ഡോണ്ട് മേക്ക് ദി സിവിൽ സർവീസ്, എനിക്കൊരു സോളിഡ് ബാക്കപ്പ് ഉണ്ടെന്നുള്ളത് ഇസ് എ വെരി ബിഗ് റീഅഷുറൻസ് വിച്ച് ഹെൽപ്സ് മീ ടു ബ്രിങ് ഔട്ട് മൈ ബെസ്റ്റ് ഇൻ ഓൾ ദി എക്സാംസ്. സോ ഇൻ്റർവ്യൂ ആയാലും മെയിൻസ് ആയാലും സെൽഫ് മാക്സിമൈസേഷൻ എനിക്ക് ചെയ്യാൻ പറ്റി. എന്ന് വെച്ചാൽ എൻ്റെ നോളജിൻ്റെ മാക്സിമം എനിക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. സോ ഐ തിങ്ക് അത് ഒരു സോളിഡ് ബാക്കപ്പ് ഉള്ളത് തന്നെ. സോ ഐ തിങ്ക് ഐ വുഡ് സജസ്റ്റ് ടു ഓൾ പീപ്പിൾ ടു ഹാവ് എ സോളിഡ് ബാക്കപ്പ്. Self-maximization is a very interesting term. Great. So I'll just go there maybe if you want. So self-maximization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിവരം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് ആ വിവരം ആൻസർ ഷീറ്റിൽ എഴുതി വെക്കാനും പറ്റണം, ഇൻ്റർവ്യൂവിൽ അപ്പുറത്തുള്ള ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റണം. അപ്പം നമുക്കുള്ള പരിമിതമായ നോളജിനെ നമ്മൾ മാക്സിമം ബെസ്റ്റായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും കൊടുക്കാനും ഒക്കെ പറ്റണം. സോ ഇഫ് യു വാണ്ട്, one of the things that I used to do was this was a recommendation from one of my friends who was a big time topper of this exam. So I used to write in blue ink and underline using green ink. Okay, so the topper who suggested to me used to underline in multiple inks. He used to use brown, orange or green. So angane anything except red. Okay, so അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഒക്കെ ഉപയോഗിച്ച് ദി പേപ്പർ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഗുഡ്, വിഷ്വലി നല്ല അപ്പീൽ വന്നു തുടങ്ങി. ആൻഡ് എനിക്കൊന്ന് 2019 when I wrote the mains, I wrote using a very basic pen like Technotip, Cello Technotip or something. This time I went to my stationery shop and said, uncle, I have a very important exam, I need a good pen. I used Technotip, it didn't work out. So he said, nobody writes an exam using Technotip, I'll give you 10 pens, go find your pen from that. So അങ്ങനെ
ചെറിയ tweaks really help. ഫൈനലി ഏതാ പെൻ എടുത്തത്? I think I went for a Luxor pen. I don't really remember its name, but it was a Luxor pen. Maybe I'll share that with you guys later on. So okay, last cliched question ആണ് message to aspirants. My message to all the aspirants would be to do smart work along with hard work. So prioritize correctly and invest your time wisely. And along with that, I would also say that you should have some knowledge about who you are. So നമ്മുടെ കോമൺ സെൻസ് മാക്സിമം ഉപയോഗിച്ച് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഐ തിങ്ക് എവ്രിബഡി കുഡ് ക്രാക്ക് ദിസ് എക്സാം. ആൻഡ് ഒരു കാര്യം കൂടിയുണ്ട്, സ്ട്രാറ്റജി ഉണ്ടാക്കിയാൽ മാത്രം പോരാ, യു ഹാവ് ടു എക്സിക്യൂട്ട് ഇറ്റ്. സോ എനിക്ക് സ്ട്രാറ്റജി ഉണ്ടായിരുന്ന വർഷമായിരുന്നു 2019, ബട്ട് ഐ ഡിഡ് നോട്ട് എക്സിക്യൂട്ട് ഇറ്റ്. So execution is equally important. I learned it the hard way. I hope you will not, and you will learn from my mistakes. Thank you so much, Kiran. ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരുന്നു. So thank you for that, and I'm very sure that all the aspirants will find this very useful. Thank you, Anton. Thank you for having me.